എക്സാലോജിക്കിനെയും വീണ വിജയനെയും എടുത്തിട്ടലക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്തിനാണ് പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ഭയപ്പെടുന്നത്? സത്യം തുറന്നു പറഞ്ഞുകൂടെ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതായത് സാമ്പത്തിക ഇടപാടുകളിൽ കേസ് നടക്കുന്നതിലും അന്വേഷണം നടക്കുന്നതും നല്ലതല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ മകളുടെ തലയിൽ ഇടിത്തീ വീഴുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി വിജയൻ ഇടറുകയാണ്, പാർട്ടി മൊത്തത്തിൽ അടിപതറുകയാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഒരിക്കലും വീണ വിജയൻ വിചാരിച്ചിട്ടില്ല. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്നുമാണ് കോടതി KSIDCയോട് ചോദിച്ചത്. അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി KSIDC കോടതിയെ അറിയിച്ചു. CMRനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ല എന്നും KSIDC വ്യക്തമാക്കി. എന്നാൽ എക്സാലോജിക് കരാറിൽ CMRനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സമയം വേണമെന്നാണ് KSIDC പറഞ്ഞു. തുടർന്ന് ഹർജി മാസം 26ലേക്ക് മാറ്റിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് SFIO ഹൈക്കോടതി അറിയിച്ചു. രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞു. അതേസമയം അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു. തുടർന്ന് എക്സാലോജിക് കരാറിൽ CMRനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്നായിരുന്നു KSIDCയുടെ ഹൈക്കോടതിയുടെ ചോദ്യം. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ KSIDC തങ്ങൾക്ക് പണമൊന്നും കിട്ടിയില്ല എന്നും വിശദമാക്കി. KSIDCയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് കോടതി ഇന്ന് വാദം കേട്ടത്. CMRനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല എന്നും KSIDC കോടതിയിൽ വെളിപ്പെടുത്തി. അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കുവാനും കോടതി ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു KSIDCയുടെ മറുപടി. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്നും കോടതി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് ഈ മാസം 26ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ജനുവരി 31-നാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം SFIOക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. CMRന്റെ ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുമുണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറിയത് IT മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന CMRL തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് 210 എടുത്ത കേസിൽ ഈ മാസം 8, 9 തീയതികളിൽ അന്വേഷണത്തിനെത്തുമെന്ന് KSIDC അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷണം SFIOക്ക് വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് 212 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന് പിന്നാലെ SFIO കഴിഞ്ഞ ദിവസം CMRലും KSIDCയിലും പരിശോധന നടത്തി. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചിരുന്നു.